ഒരു മൃഗത്തെ സോഷ്യൽ മീഡിയയിൽ ക്രൂരമായി ആക്രമിക്കുന്നത് നമ്മൾ കണ്ടാൽ നമ്മുടെ മനസ്സ് പെടഞ്ഞു പോകൂലേ? ഒരു നായയെ, ഒരു പൂച്ചയെ കെട്ടിയിട്ട് ആക്രമിക്കുന്നത് കണ്ടാൽ, ആ ക്രൂരമായി അതിനെ അറുത്തു കൊല്ലുന്നത് കണ്ടാൽ, അതിനെ വെടിവെച്ച് കൊല്ലുന്നത് കണ്ടാൽ നമ്മളൊക്കെ പ്രതികരിക്കാറില്ലേ? ആ ഒരു വില പോലും ഗസയിലെ ആളുകൾക്ക് നമ്മൾ കൊടുക്കുന്നില്ലല്ലോ. ഇത്ര ആളുകളുണ്ടായിട്ടും ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് രാജ്യത്ത് മുഴുവനും വലിയ പട്ടിണിയുണ്ടായി. ആ കാലത്ത് ഖലീഫ തൻ്റെ മക്കൾക്ക് കുറച്ച് റൊട്ടികൾ വിതരണം ചെയ്തിട്ട് മക്കളോട് പറഞ്ഞു, മക്കളെ, ഞാൻ പോവുകയാണ്. ഈ പട്ടിണി തീരുന്നത് വരെ നിങ്ങളുടെ ഭക്ഷണം ഇതാണ്. ഇതിൽ കവിഞ്ഞൊന്നും തരാൻ എന്നെ കൊണ്ട് സാധിക്കില്ല. ഞാൻ നിങ്ങളുടെ പിതാവാണ്, അതേസമയം ഈ രാഷ്ട്രത്തിന് ഭരണാധികാരിയാണ്. ഇവിടുത്തെ അവസാനത്തെ ആൾക്കും ഭക്ഷണം കിട്ടി എന്നറിഞ്ഞാൽ മാത്രമേ ഇനി ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാകൂ എന്ന് പറഞ്ഞ ഖലീഫ ഉമറിനെ നമ്മൾ ഓർക്കണം എന്ന് അദ്ദേഹം പറഞ്ഞിട്ട് പറയാ. പക്ഷെ എന്ത് പറഞ്ഞാലും മുത്തുനബിയുടെ ഒരു ഹദീസാണ് ഇവിടെ പ്രാക്ടിക്കലായി മാറുന്നത്. ആ ഹദീസ് ഇങ്ങനെയാണ്: യൂഷികു അൻ തദഅ അലൈക്കും അൽ ഉമമു. മറ്റു സമുദായക്കാർ നിങ്ങളുടെ മേലിൽ ആധിപത്യം പുലർത്തുന്നത് അവസാന കാലത്തുണ്ടാകും. ഒരു തളികയിലേക്ക് ചുറ്റി നിന്നും ആളുകൾ കൈനീട്ടുന്നത് പോലെ. അപ്പൊ സഹാബത്ത് ചോദിച്ചു, അവ മിൻ ഖില്ലത്തിൻ യാ റസൂലല്ലാഹ്, ഞങ്ങൾ പറ്റേ കുറഞ്ഞു പോയത് കൊണ്ടായിരിക്കുമോ അതുണ്ടാവുക? മുത്തുനബി പറഞ്ഞു, അല്ല, ധാരാളം ആളുകളൊക്കെ അന്ന് ഉണ്ടാകും. പക്ഷേ കഗുസാലി സൈലി, മലവെള്ളത്തിൽ ഒലിച്ചു പോകുന്ന ചണ്ടികളെ പോലെയായിരിക്കും. ആർക്കും ഈമാൻ കാര്യമായി ഉണ്ടാകൂല. അതുകൊണ്ടാണ് നിങ്ങളോടുള്ള ഒരു പേടിയും ഒരു ബഹുമാനവും ആ ശത്രുക്കളുടെ മനസ്സിൽ നിന്ന് അള്ളാഹു എടുത്തു കളയുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ലോകത്ത് 200 കോടി മുസ്ലിമീങ്ങൾ ഉണ്ടായിട്ടും ഈ ഒരു പ്രശ്നത്തിൽ പരിഹാരം കാണാൻ കഴിയാതെ പോകുന്നത് ഈ ഹദീസിന്റെ അർത്ഥമായിരിക്കാം എന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ടാണ് ആ ഖുതുബ അവസാനിപ്പിക്കുന്നത്. അല്ലാഹു തആല ഗസയിലെ ജനങ്ങൾക്ക് എല്ലാ രക്ഷയുടെയും മാർഗങ്ങൾ തുറന്നു കൊടുക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.